സാന്ത്വനം സീരിയലിന്റെ രണ്ടാം ഭാഗത്തിൽ പ്രധാന കഥാപാത്രങ്ങളിൽ ഒന്നായ ആര്യൻ എന്ന വേഷം അവതരിപ്പിക്കുന്നത് നടൻ ഗിരീഷ് ഗംഗാധരൻ എന്ന നടനാണ്. തൃശൂർ സ്വദേശിയാണ് ഗിരീഷ് ഗംഗാധരൻ. മഴവിൽ മനോരമയിൽ സംപ്രേഷണം ചെയ്തിരുന്ന കഥാനായിക എന്ന സീരിയലിലൂടെയാണ് താരം മലയാളികൾക്ക് പ്രിയങ്കരനായി മാറിയത്. ടിക്ടോക്കിലൂടെയും ഇൻസ്റ്റഗ്രാം വീഡിയോസിലൂടെയും ശ്രദ്ധ നേടിയ ഗിരീഷ് ഷോർട്ട് ഫിലിംസിലും തമിഴ് സീരിയലിലും ഒക്കെ അഭിനയിച്ചിട്ടുണ്ട്. സാന്ത്വനം സീരിയലിന്റെ രണ്ടാം ഭാഗത്തിൽ ആര്യൻ എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് പരമ്പര ആരംഭിച്ച അന്നു മുതൽ തന്നെ ഗിരീഷ് ഗംഗാധരനാണ്. അദ്ദേഹം അവതരിപ്പിക്കുന്ന ആര്യൻ എന്ന കഥാപാത്രത്തിൽ നിന്ന് ലക്ഷക്കണക്കിന് ആരാധകരുമുണ്ട്. ടിക്ടോക്കിലൂടെയും ഇൻസ്റ്റഗ്രാം വീഡിയോസിലൂടെയും ശ്രദ്ധ നേടിയ ഗിരീഷ് ഷോർട്ട് ഫിലിംസിലും തമിഴ് സീരിയലിലും ഒക്കെ തന്നെയും അഭിനയിച്ചിട്ടുണ്ട്. സാന്ത്വനം സീരിയലിന്റെ രണ്ടാം ഭാഗത്തിൽ ആര്യൻ എന്ന കഥാപാത്രമായി എത്തുന്ന ഗിരീഷിന് നിന്ന് ലക്ഷക്കണക്കിന് ആരാധകരുണ്ട്. തന്റെ വിശേഷങ്ങളൊക്കെ തന്നെയും ഗിരീഷ് സോഷ്യൽ മീഡിയയിലൂടെ ആരാധകരുമായി പങ്കുവെക്കാറുണ്ട്. അക്കൂട്ടത്തിൽ തന്റെ പ്രണയവിവാഹത്തെക്കുറിച്ചും ഗിരീഷ് തുറന്ന് സംസാരിച്ചിട്ടുണ്ട്. ഗിരീഷ് നീണ്ട നാളത്തെ പ്രണയത്തിന് ശേഷമായിരുന്നു തന്റെ പ്രിയതമയെ സ്വന്തമാക്കിയത്. തന്റെ പ്രണയത്തെക്കുറിച്ചും വിവാഹത്തെക്കുറിച്ചും ഗിരീഷ് തുറന്നു പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: എന്റെ ഭാര്യയുടെ പേര് ശ്രീദേവി എന്നാണ്. 2021 ഞങ്ങളുടെ വിവാഹം. ഞങ്ങളുടേത് പ്രണയവിവാഹമായിരുന്നു. 6 വർഷം പ്രണയിച്ചതിനു ശേഷമാണ് 2021 ഞങ്ങൾ വിവാഹിതരാകുന്നത്. ഞാൻ ഡിഗ്രിക്ക് 3-ാം വർഷം ഇരിഞ്ഞാലിക്കുട ക്രൈസ്റ്റ് കോളേജിൽ പഠിക്കുമ്പോഴാണ് ശ്രീദേവി 1-ാം വർഷ ക്ലാസ്സിൽ അവിടേക്ക് എത്തുന്നത്. എന്റെ വീടിന്റെ അവിടുന്ന് ഏകദേശം 8 കിലോമീറ്റർ അകലെയാണ് പുള്ളിക്കാരിയുടെ വീട്. ഞങ്ങൾ മുൻപ് നേരിട്ട് കണ്ടിട്ടേയില്ല. കുട്ടിയുടെ വീടിന്റെ അടുത്താണ് എന്റെ അമ്മയുടെ വീട്. മാപ്രാണം എന്ന് പറയും. അവിടെ എനിക്കൊരു സുഹൃത്തുണ്ട്, അജ്മൽ എന്നായിരുന്നു ഇവന്റെ പേര്. പുള്ളിക്കാരൻ എന്നോട് പറഞ്ഞു, ഇങ്ങനെ ഒരു കുട്ടി നമ്മുടെ അവിടെ നിന്ന് വരുന്നുണ്ട്, ശ്രീദേവി എന്നാണ് പേര്, പറ്റുമെങ്കിൽ നീ അവളെ വളച്ചു കാണിക്കുകയെന്ന് പറഞ്ഞു. ഞങ്ങൾ ബെറ്റ് വെച്ചു. പുള്ളിക്കാരി കോളേജിൽ എത്തിയപ്പോൾ റാഗ് ചെയ്യാൻ വിളിക്കുമ്പോഴാണ് ആദ്യമായി കാണുന്നത്. അപ്പോൾ ഞാൻ അവളോട് പറഞ്ഞു, ഞാൻ എന്നെ പെണ്ണ് കാണാൻ വരുവാണ്, നീ മന്ദം മന്ദം വന്ന് അത് അഭിനയിച്ചു കാണിക്കണമെന്ന്. അങ്ങനെയായിരുന്നു ആദ്യമായി പരിചയപ്പെട്ടത്. പിന്നീട് ഇടയ്ക്കൊക്കെ ഇന്റർവെൽ സമയത്തൊക്കെ കാണാൻ തുടങ്ങി, സംസാരിക്കാൻ തുടങ്ങി. അങ്ങനെ ഞാൻ എന്റെ ഇഷ്ടം തുറന്നു പറഞ്ഞു. അതിനുശേഷമാണ് ഞാൻ ശരിക്കും അവളെ പ്രണയിക്കാൻ തുടങ്ങിയത്. ആദ്യം കണ്ട് ക്രഷ് അടിച്ച് പ്രണയത്തിലായതല്ല. ഒരു നേരം പോക്കിൽ തുടങ്ങി പിന്നെ സീരിയസ് ആയി വിവാഹം വരെ എത്തിയതായിരുന്നു ഞങ്ങളുടെ ബന്ധം. 2021 ഫെബ്രുവരി 14